എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 21, 22, 23 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഇവിടെ പറഞ്ഞു നിർത്തിയത് ഗരുഡൻ്റെ വീരകഥകളാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ദേവന്മാരെന്തൊക്കെയാണ് യുദ്ധത്തിൽ ചെയ്തത് എന്നുള്ളതും, അതുപോലെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ദേവന്മാരുടെ സൈന്യം, ദേവസേന ഓടിച്ചെന്നപ്പോൾ എന്താണ്ടായതെന്നൊക്കെ ഉള്ളതാണ് പറയണത്. നമുക്ക് ആദ്യം 21ാമത്തെ ശ്ലോകം നോക്കാം. ദ്വാരേഷു സംബാധ നിരാസ്പദേഷു മഹൗജസഃ കേചിദപാസ്തശസ്ത്രാഃ സാലം സമാരുഹ്യ കഥഞ്ചിതുച്ചൈഃ സുരാപുരാഭ്യന്തരമാശു ജഗ്മു. ആദ്യം പദച്ഛേദം പറയാം. ദ്വാരേഷു സംബാധ നിരാസ്പദേഷു മഹൗജസഃ കേചിത് അപാസ്തശസ്ത്രാഃ സാലം സമാരുഹ്യ കഥഞ്ചിത് ഉച്ചൈഃ സുരാ പുരാഭ്യന്തരം ആശു ജഗ്മു. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ശ്ലോകം പോലെയൊന്നും, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്ലോകം പോലെയൊന്നും എളുപ്പത്തിൽ അർത്ഥം കിട്ടുന്ന ഒരു ശ്ലോകമല്ല. വളരെ കടുപ്പുണ്ടെന്നല്ല. നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. കേചിത് മഹൗജസ അപാസ്തശസ്ത്രാഃ സുരാഹ. അവിടെയൊന്നും കുഴപ്പമില്ല. ചില സുരന്മാർ, കുറേ പേര് അവിടെ വീണു, കുറേ പേര് പറന്നുപോയി യുദ്ധത്തിൽ എന്നൊക്കെ പറഞ്ഞുല്ലോ. അതിൽ ചില ദേവന്മാർ അവരെങ്ങനെയായിരുന്നു? കേചിത്, കുറച്ച് ആൾക്കാർ, കുറച്ച് ദേവന്മാർ, മഹൗജസ, നല്ല ഓജസ്സും വീര്യവും പരാക്രമവും ഒക്കെ ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? അപാസ്തശസ്ത്രാഹ, അവർ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ വീണു പോയിട്ടുണ്ടാവാം. ഗരുഡൻ്റെ പക്ഷപ്രഹരം കൊണ്ട് ഇതൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ യുദ്ധം മതിയാക്കാം എന്ന് വിചാരിച്ചിട്ടാവാം അവരെല്ലാം ഉപേക്ഷിച്ചവരായിട്ട്, ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട്, അപാസ്ത ശസ്ത്രാഹ, ശസ്ത്രങ്ങൾ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട്, സുരാഹ, അങ്ങനെയുള്ള എന്നാൽ നല്ല ശക്തിശാലികളൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ദേവന്മാർ. ദ്വാരേഷു, ദ്വാരങ്ങളിൽ, അതായത് ഇന്ദ്രൻ്റെ കൊട്ടാരത്തിലെ വലിയ വലിയ കോട്ടകൾ, അതാണ് ഉദ്ദേശിക്കുന്നത് ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങൾ എങ്ങനെയായിരുന്നു? സംബാധ നിരാസ്പദേഷു, സംബാധം കൊണ്ട്, സംബാധം എന്ന് പറഞ്ഞാൽ ആക്രമണങ്ങളെ കൊണ്ട്, സേനാസമ്മർദ്ദം കൊണ്ട്, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുന്നുണ്ട്, ചിലർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനബഹുളമായിട്ടുള്ള, ജനസഞ്ചയം നിറഞ്ഞതായിട്ടുള്ള ആ വാതിലുകളിൽ, വളരെയധികം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ കോട്ടക്കൊത്തളങ്ങളിൽ, കോട്ടവാതിലുകളിൽ, അതാണ് ദ്വാരേഷു സംബാധ നിരാസ്പദേഷു. അവിടെയൊന്നും നിൽക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ആക്രമണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് ഉച്ചൈഹി സാലം കഥഞ്ചിത് സമാരുഹ്യ. ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്നു നിൽക്കുന്നതായ, നല്ല വലിപ്പമുള്ളതായിട്ടുള്ള സാലം. സാലം എന്ന് പറഞ്ഞാൽ പനമരങ്ങളാണ്, വലിയ വലിയ പനകൾ, നല്ല നീളമുള്ളതായ, നല്ല തടിയും വലിപ്പമൊക്കെ ഉള്ളതായിട്ടുള്ള പനമരങ്ങൾ. ആ മരങ്ങളിൽ കയറുകയാണ്. അതാണ് സാലം കഥഞ്ചിത് സമാരുഹ്യ. ഈ കൊട്ടാരവും കവിഞ്ഞങ്ങനെ ഉയർന്നു നിൽക്കുന്നതായ, അല്ലെങ്കിൽ കൊട്ടാരത്തിനോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഈ പനമരങ്ങളിൽ സമാരുഹ്യ, കയറിയിട്ട്, എങ്ങനെയൊക്കെയോ, കഥഞ്ചിത് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ, എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയതെന്ന് പോലും അറിയില്ല. അങ്ങനെ കയറിയിട്ട് പുരാഭ്യന്തരം ആശു ജഗ്മു, കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് എങ്ങനെയൊക്കെയോ പ്രവേശിച്ചു. നല്ല ബലശാലികൾക്ക് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മരത്തുമ്പോൾ കയറാനൊക്കെ പറ്റുള്ളൂ. മാത്രമല്ല, ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി പറ്റാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചവരായ ബലശാലികളായിട്ടുള്ള കുറേ ദേവന്മാർ ഈ കൊട്ടാരത്തിൻ്റെ പുറംഭാഗത്ത് നിൽക്കുന്നതായ ഈ സാലവൃക്ഷങ്ങളിൽ പൊത്തിപ്പിടിച്ച് കയറി എങ്ങനെയൊക്കെയോ അകത്തേക്ക്, കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. യുദ്ധം ചെയ്ത് തോറ്റ് അവർക്ക് ആക്രമണങ്ങൾ ഭഗവാന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഗരുഡൻ്റെ കയ്യിൽ നിന്ന് ആക്രമണങ്ങൾ കിട്ടി തോറ്റ് അമ്പേ പരാജിതരായിട്ട് തോറ്റോടുന്ന ചില ദേവന്മാരുടെ അവസ്ഥകൾ വർണ്ണിക്കുകയാണ്. അവർ ഈ മരത്തുമ്മ കൂടെ കയറിയിട്ട് അത് വളച്ച് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. പുറത്തു നിന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആക്രമണം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്. നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. വ്രീഡാനതൈർമൗനിഭിരേവ വക്ത്രൈഃ വ്യാകുർവദോ വിക്രമഭംഗമാജൗ ശക്രസമാസ്ഫാല്യകരം കരേണ സുരാൻ സരോഷസ്മിതമബ്രവീത്താൻ. നമുക്ക് പദച്ഛേദം പറയാം. വ്രീഡാനതൈഃ മൗനിഭിः ഏവ വക്ത്രൈः
വ്യാകുർവത വിക്രമഭംഗം ആജൗ ശക്ര സമാസ്ഫാല്യ കരം കരേണ സുരാൻ സരോഷസ്മിതം അബ്രവീത് താൻ. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നവരായിട്ടുള്ള ദേവന്മാരെ ഇന്ദ്രൻ കാണണ കഥയാണ് ഇവിടെ പറയണത്. ശക്രൻ അഥവാ ഇന്ദ്രൻ കരം കരേണ സമാസ്ഫാല്യ, തൻ്റെ ഒരു കൈയിലെ മറ്റൊരു കൈ കൊണ്ട് അടിച്ചിട്ട് കൈകൊട്ടി വിളിച്ചിട്ട്, അതാണ് കരം കരേണ സമാസ്ഫാല്യ. അങ്ങനെ കൈകൊട്ടി വിളിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വ്രീഡാനതൈഹി മൗനിഭി വക്ത്രൈഹി ഏവ ആജൗ വിക്രമഭംഗം വ്യാകുർവത താൻ സുരാൻ. ആരെയാണ് കൈകൊട്ടി വിളിച്ചത് ഇന്ദ്രൻ? കുമ്പിട്ട് നിൽക്കുന്നവരായിട്ടുള്ള ദേവന്മാർ. ആ ദേവന്മാർക്ക് എന്താണ് സംഭവിച്ചത്? യുദ്ധത്തിൽ തോറ്റുപോയവർ. ശ്രീകൃഷ്ണനോട് അല്ലെങ്കിൽ ഗരുഡനോട്, ശ്രീകൃഷ്ണൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനോട് തോറ്റുപോയിട്ടുള്ള ദേവന്മാർ. അവരെയാണ് ദേവേന്ദ്രൻ കൈകൊട്ടി വിളിച്ചത്, അവരെ നേർക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അവസ്ഥ പറയാണ്, വ്രീഡാനതൈഹി, നാണം കൊണ്ട് കുനിഞ്ഞു പോയതായ, അതുപോലെ തന്നെ മൗനിഭി, ഒന്നും പറയാനുമില്ല. ജയിച്ചു വന്നാലല്ലേ വീര ഗാഥകളൊക്കെ ആൾക്കാർ പാടുള്ളൂ, അല്ലെങ്കിൽ ജയഭേരികൾ അടിച്ചൊക്കെ ആൾക്കാർ വരുള്ളൂ. ഇത് തോറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തല കുനിച്ച് മിണ്ടാതെ നിൽക്കുന്നവരായ, നാണം കൊണ്ട് മുഖം കുനിച്ച് നിൽക്കുന്നവരായ ഈ ദേവന്മാർ, അവർക്ക് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവരുടെ മുഖം വാടിപ്പോയത്? ആജി എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധത്തിൽ വിക്രമഭംഗം, അവരുടെ യുദ്ധത്തിന് തോൽവി, അതാണ് വിക്രമഭംഗം. തോൽവി മനസ്സിലാക്കിയ, തോൽവി പിണഞ്ഞവരായ വിക്രമഭംഗം വ്യാകുർവത താൻ സുരാൻ, ശ്രീകൃഷ്ണനോട് ഏറ്റുമുട്ടി തോറ്റുപോകുന്നവരായിട്ടുള്ള ആ ദേവന്മാരോട് എന്താ ചെയ്തത്? സരോഷസ്മിതം അബ്രവീത്, രോഷത്തോടുകൂടിയ ചിരി, അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് ദേഷ്യമാണ് വരണത്, പക്ഷെ അത് ചിരിച്ചാണ് കാണിക്കുന്നത്. അത് പരമമായിട്ടുള്ള പുച്ഛം, അതാണ് ചിരിയിലൂടെ കാണുന്നത്. മാത്രമല്ല ദേഷ്യവും പുച്ഛവും ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ഭാവമാണ് സരോഷസ്മിതം. പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് ഇന്ദ്രൻ അവരോട് അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ 23-ാമത്തെ ശ്ലോകത്തിലാണ് പറയണത്. ആ ശ്ലോകം കൂടി നോക്കൂ. രക്ഷ്യം കളത്രം പ്രതനാനപാർശ്വേ വാഹോ വിഹംഗ സ്വപദം ദവീയ തഥാപി തസ്മാത് ത്രിദിവൗകസോവ പരാജയോധിക്കഥമേഷ കൃഷ്ണാത്. പദച്ഛേദം പറയാം. രക്ഷ്യം കളത്രം പ്രതന ന പാർശ്വേ വാഹ വിഹംഗ സ്വപദം ദവീയ തഥാ അപി തസ്മാത് ത്രിദിവൗകസ വഃ പരാജയ ധിക് കഥം ഏഷ കൃഷ്ണാത്. ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. ശത്രുവായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീകൃഷ്ണനാണല്ലോ. ശ്രീകൃഷ്ണൻ എന്താണിപ്പോൾ, എങ്ങനെയാണ് ഇവിടെ വന്ന് നിൽക്കണതെന്നാണെങ്കിൽ, ഹേ ത്രിദിവൗകസ, അല്ലയോ ദേവന്മാരെ, യുദ്ധത്തിൽ പോയി തോറ്റു വന്നിട്ടുള്ള ദേവന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? കളത്രം രക്ഷ്യം, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ തൻ്റെ പത്നിയുടെ മേലേക്ക് ഒന്നും വീഴാൻ പാടില്ല. ഒറ്റ ആയുധം പോലും പത്നിയുടെ ശരീരത്തിലേക്ക് വീഴാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വീരന്മാർ അവരവരുടെ പത്നിമാരെ വളരെ ഭംഗിയായിട്ട്, വളരെ മാതൃകാപരമായിട്ട് സംരക്ഷിക്കും. അവരെ യുദ്ധക്കളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഭാര്യയെ സംരക്ഷിക്കേണ്ട ജോലി ഭർത്താവിനുണ്ടായിരുന്നു. കളത്രത്തെ രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്, അല്ലെങ്കിൽ അതിനായിട്ട് ഗരുഡനെ പ്രേരിപ്പിച്ചത്. അതാണ് കളത്രം രക്ഷ്യം. മാത്രമല്ല പാർശ്വേ പൃതനാ ന, ശ്രീകൃഷ്ണൻ്റെ കൂടെ വലിയൊരു സൈന്യമുണ്ട്, നാരായണീ സേന. പക്ഷെ ആ സൈന്യമൊന്നും സ്വർഗത്തിലില്ലല്ലോ, അവരൊക്കെ ഭൂമിയിലെ ദ്വാരകയിലാണ്. അടുത്ത് സൈന്യത്തിൻ്റെ സഹായം ഇല്ലതാനും. അതാണ് പാർശ്വത്തിൽ, സമീപത്ത്, പ്രതന സൈന്യം ന, യുദ്ധത്തിനായിട്ട് ശ്രീകൃഷ്ണനെ സഹായിക്കാൻ സൈന്യങ്ങളുമില്ല. മാത്രമല്ല വാഹോ വിഹംഗ, നല്ലവണ്ണം പരിശീലനം കൊടുത്ത് അനുശീലനം കൊടുത്തതായിട്ടുള്ള കുതിരകളുമില്ല. കുതിരപ്പുറത്തൊന്നും ഇരുന്നല്ല യുദ്ധം ചെയ്യണത്, വെറുതെ ഒരു പക്ഷിയുടെ പുറത്തിരുന്നിട്ട്. അതാണ് വാഹോ വിഹംഗ. വാഹനമായിട്ട് വന്നിരിക്കുന്നത് ഈ ഗരുഡനാണ്. മാത്രമല്ല സ്വപദം ദവീയ, സ്വപദം തൻ്റെ സ്ഥാനം, തൻ്റെ രാജ്യം അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരം, സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് നന്നായിരുന്നു. അത് അത്രയും അടുത്തല്ല. അതാണ് ദവീയ, ദൂരെ, വളരെ ദൂരത്തിലാണ് ദ്വാരകയും.
ആരെങ്കിലും ഇത് കേട്ടറിഞ്ഞ് യുദ്ധത്തിന് സഹായിക്കാൻ വരാൻ ഒരു സാധ്യതയുമില്ല. അതാണ് സ്വപദം ദവീയ തഥാപി. അങ്ങനെയൊക്കെയാണെങ്കിലും വാ, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എന്താ കാട്ടി വന്നത്? നിങ്ങൾക്ക് യുഷ്മാകം, നിങ്ങൾക്ക് കൃഷ്ണാദേശ പരാജയ, കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതായിട്ടുള്ള ഈ പരാജയമുണ്ടല്ലോ, തോൽവിയുണ്ടല്ലോ, അത് കഥം ധിക്, എങ്ങനെയുള്ളതാണ്? ധിക്, വളരെ കഷ്ടമായിട്ടുള്ളത് തന്നെയാണ്. അതിനെ ഒട്ടും അഭിനന്ദിക്കാൻ വയ്യ. നിങ്ങൾ തോറ്റോടി, വലിയൊരു യുദ്ധം ചെയ്തിട്ട് തോറ്റോടി വന്നതാണ്, വലിയൊരു സൈന്യവുമായിട്ടാണ് ഏറ്റുമുട്ടിയത്, തോറ്റുപോയി എന്ന് പറഞ്ഞാൽ പിന്നൊന്നും പറയാനില്ല. ഇവിടെ യുദ്ധം ചെയ്യാൻ വേറെ കൂട്ടുകാരാരുമില്ല. ശ്രീകൃഷ്ണനാണെങ്കിൽ തൻ്റെ പത്നിയെ സംരക്ഷിക്കണം, ആയുധങ്ങൾ കാര്യമായിട്ട് കയ്യിലില്ല, ഇനി വാഹനത്തിന് വേണ്ടത്ര ഗുണവുമില്ല. ഒരു കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യണ പോലെയൊന്നുമല്ല ഒരു പക്ഷിയുടെ പുറത്ത് അഥവാ ഗരുഡൻ്റെ പുറത്തിരുന്ന് യുദ്ധം ചെയ്യണത്. മാത്രമല്ല തൻ്റെ പുരത്തിലെ ആൾക്കാരാരുമില്ല, പുരവും ദൂരെയാണ്. ഇങ്ങനെ എല്ലാം കഴിവില്ലായ്മയാണ് ശ്രീകൃഷ്ണൻ്റെ പക്ഷത്ത്. പക്ഷേ ശ്രീകൃഷ്ണൻ എല്ലാം കൊണ്ടും ജയിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങളിത്ര ശക്തിമാന്മാരായിട്ടും നിങ്ങളുടെ സ്വദേശം ഇവിടെയായിട്ടും നിങ്ങൾക്ക് നല്ല തിണ്ണമെടുക്കുന്നുണ്ട്, അവരവരുടെ നാട്ടിലിരുന്നുകൊണ്ട് യുദ്ധം ചെയ്യേ വേണ്ടു നല്ലോണം പോലെ, അതും നിങ്ങളാരും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈ പേടിച്ചോട്ടം മഹാമോശമായി പോയി. വലിയൊരു സൈന്യത്തിനോട് തോറ്റ് പേടിച്ചോടുന്നത് അതിലൊരു മാന്യതയുണ്ട്. ഇത് അതുപോലുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ പേടിച്ച് യുദ്ധം ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്ത യുദ്ധം പരാജയപ്പെട്ട് ഓടി വരുന്നതിനോളം മോശമായിട്ടുള്ളൊരു കാര്യവുമില്ല എന്നാണ് ഇന്ദ്രൻ ഈ ദേവസൈന്യങ്ങളെ, ദേവന്മാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് പറയണത്. നമുക്ക് ബാക്കി അടുത്ത ശ്ലോകത്തിൽ കാണാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദ്വാരേഷു സംബാധ നിരാസ്പദേഷു മഹൗജസഃ കേചിദപാസ്തശസ്ത്രാഃ സാലം സമാരുഹ്യ കഥഞ്ചിതുച്ചൈഃ സുരാഃ പുരാഭ്യന്തരമാശു ജഗ്മു വ്രീഡാനതൈർമൗനിഭിരേവ വക്ത്രൈഃ വ്യാകുർവതോ വിക്രമഭംഗമാജൗ ശക്രസമസ്ഫാല്യകരം കരേണ സുരാൻ സരോഷസ്മിതമബ്രവീത്താൻ രക്ഷ്യം കളത്രം പൃതനാനപാർശ്വേ വാഹോ വിഹംഗ സ്വപദം ദവീയ തഥാപി തസ്മാത്രിദിവൗകസോവ പരാജയോ ധിക്കഥമേഷ കൃഷ്ണാത്. നിങ്ങളുടെ വിക്രമങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വെറുതെ ഒരു ലീല മാത്രമായി പോയി. നിങ്ങളെ എല്ലാവരെയും വളരെ എളുപ്പത്തിൽ ക്ഷണനേരം കൊണ്ട് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗരുഡൻ തോൽപ്പിച്ചു കളഞ്ഞുല്ലോ, എന്തിനു കൊള്ളാം നിങ്ങളുടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അവരെ കണക്കറ്റ് കളിയാക്കി എന്നാണ് പറയണത്. ചീത്ത പറഞ്ഞു, മുഖത്ത് രോഷവും പ്രകടമായിരുന്നു. ഇനി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.